ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് കൂടുതൽ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫ്ലവറാണിത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കാണാനുള്ള ഭംഗി മാത്രമല്ല, ഇതിന് നല്ലൊരു ജാസ്മിൻ്റെ പോലത്തെ ഒരു സ്മെല്ലാണുള്ളത്. ഈ ഒരു വൈറ്റ് കളർ ഫ്ലവർ കണ്ടില്ലേ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് വിരിയുന്ന ദിവസം നല്ല ഒരു പർപ്പിൾ കളറായിരിക്കും. പിന്നീട് അതൊരു ലാവൻഡർ കളറിലേക്ക് മാറും പിറ്റേ ദിവസം. അതിനടുത്ത ദിവസം ആകുമ്പോഴേക്കും ഇതുപോലെ വൈറ്റ് കളറിലേക്കായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്. ഈ ചെടിയിൽ ധാരാളം മുട്ടുകളുണ്ടായിരുന്നു കേട്ടോ. വിരിയാറായതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള മുട്ടുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ ആയതും എല്ലാം ഇവിടെ കളിക്കാൻ വരുന്ന കുട്ടികൾ ഒപ്പിച്ച പണിയാണ്. ഇവിടെ കുറേ ഫാമിലി താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ അവരുടെ കൂടെ കളിക്കാൻ വരുന്ന ചുറ്റുവട്ടത്തുള്ള കുട്ടികളുണ്ട്. അപ്പം ഇവരൊക്കെ ഒപ്പിക്കുന്ന പണിയാണിത്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കുട്ടികളല്ലേ. ചില ചെടികളുടെ ലീഫൊക്കെ കാണുമ്പോൾ അതൊരു പ്ലാസ്റ്റിക് പോലെ തോന്നുമല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവരൊന്ന് പിച്ച് നോക്കാറുണ്ട്. അങ്ങനെ കുറേ ലീഫിനൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്തൂര്യത്തിൻ്റെ ഫ്ലവർ കാണുമ്പോഴും അവർ ഇത് പ്ലാസ്റ്റിക് ആണെന്ന് കരുതിയിട്ട് അതും പിച്ച് നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.